പണ്ടൊക്കെ ഞാൻ മണിക്കൂറുകളോളം ഫോൺ വിളിച്ച് സംസാരിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞേച്ചിമാരെ, എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചീനെയൊക്കെ ഒത്തിരി നേരം സംസാരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ ഫോൺ വിളിച്ചിട്ട് സ്പീക്കറിൽ അങ്ങോട്ട് ഒരു സൈഡിൽ വെക്കും. എന്നിട്ട് ഞാനിവിടെ പണിയും കുഞ്ഞേച്ചിമാർ അവിടെ പണിയും, അല്ലെങ്കിൽ കൂട്ടുകാരി ചേച്ചി അങ്ങനെ പണിയും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടായിരുന്നു എല്ലാ പണിയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ ആരോടും സംസാരിക്കാറില്ല. കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കാര്യം അന്വേഷിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ പോകുന്ന നമ്മളായി നമ്മുടെ പാടെ. സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഒരു സ്വർഗ്ഗമാണ് കേട്ടോ. അവിടെ വെച്ചൊന്ന് നോക്കുകയാണെങ്കിൽ കുറേ നല്ല കാര്യമുണ്ട്, കുറേ ചീത്ത കാര്യമുണ്ട്. എനിക്ക് കുറേ ചീത്ത കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനൊരു ഗൾഫുകാരൻ്റെ ഭാര്യ, മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെയായിരുന്നു. ഒരു രീതിയിൽ ആൾക്കാർ പറയും, ഞാൻ എങ്ങോട്ടേലും പോകണം കണ്ട, ഒന്ന് നടക്കണം കണ്ടാൽ പറയും അവൾക്ക് ഇപ്പം എന്നാ, അവൾക്ക് ഇഷ്ടം പോലെ പൈസ ആയില്ല, അവരുടെ കെട്ടും ഗൾഫിലല്ലേ, ഇവർക്ക് എന്തെങ്കിലും നോക്കണം. ആ രീതിക്ക് ആൾക്കാർ കുറേ പേര് പറയാമായിരുന്നു. നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ഇഷ്ടം പോലെ ആൾക്കാർ എൻ്റെ നേരിട്ട് മുന്നിൽ തന്നെ നിനക്ക് എന്നാ പൈസ ഇല്ലേ, അങ്ങനെ ഡയറക്റ്റായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അവസ്ഥ എന്നാണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവരൊന്നും നമ്മളെ ഇപ്പം നമുക്ക് കടം ഉണ്ടെന്ന് പറഞ്ഞാലോ, നമ്മുടെ ഈ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവരൊന്നും വിശ്വസിക്കത്തില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ പാർലറിൽ പോകുമ്പോൾ ഒരു 15 മിനിറ്റ് വീട്ടിൽ നിന്ന് നടക്കാനുണ്ടായിരുന്നു. ഈ നടക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ചേട്ടായിനെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് പോകും. കാരണം വീട്ടിൽ അമ്മച്ചിയുണ്ട്, പാർലറിൽ ചെന്ന് അവിടെ ചേച്ചിയുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ചേട്ടായോട് സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കണം. ഈ നടന്നു പോണ വഴിക്കായിരിക്കും മിക്കപ്പോഴും ഞാൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് പോകാറുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞിച്ചിമാരെ വിളിക്കും, അല്ലെങ്കിൽ ആ കൂട്ടുകാരി ചേച്ചീനെ വിളിക്കും. ഇങ്ങനെയൊക്കെ ഞാൻ ഇഷ്ടം പോലെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്നെ, നാട്ടുകാരൊക്കെ എന്നെ ഒരു ഭാഗം വൃത്തിയായിട്ട് എനിക്കറിയാം നോക്കുമ്പോൾ അവരൊരു ഭാഗം നോട്ടം നോക്കും. ഇവൾ ആരെയാണ് വിളിക്കണം, ഇവക്കടെ കെട്ടിയോൻ ഇവിടെ ഇല്ലല്ലോ, അങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കുമായിരുന്നു. ഞാൻ നേരം വെളുത്ത് കഴിഞ്ഞാൽ വാ തുറന്നാൽ പിന്നെ വാ അടയ്ക്കണത് ഒരു രാത്രി ആകുമ്പോഴാണ്. അത്രയും നേരം ഞാൻ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഇവരോടൊക്കെ, ചേച്ചിമാരോടും കൂട്ടുകാരി ചേച്ചിയോടൊക്കെ സംസാരിക്കാൻ വല്ലാണ്ട് കൊതിയാവുന്നുണ്ട്. ആ സമയം മാത്രം ഞാൻ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്.